Hi friends, welcome back to my channel Nimz Arts and Craft. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് ആവാറായി, അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഒരു ബോട്ടിൽ വെച്ചിട്ട് എങ്ങനെ പെട്ടെന്നൊരു ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ക്രാഫ്റ്റാണിത്. അതിനു മുമ്പായിട്ട് ഞാൻ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ക്രിസ്മസ് സ്ക്രൈബാണ്. പുൽക്കൂട് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്, പക്ഷേ പുൽക്കൂട് ഉണ്ടാക്കിയാൽ അതിന് ഉള്ളിൽ വെക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഇല്ലാത്തത് കാരണം ഞാനൊരു സ്നോ സ്ക്രൈബ് പോലെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ, അതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ആ ഒരു ക്രിസ്മസ് ട്രീ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണിത്. അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് അപ്പൂപ്പനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ പെട്ടെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു ഹെയർ ഓയിലിൻ്റെ ഒരു ബോട്ടിലാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പേപ്പറാണ്. അത് ഇതുപോലെ ഒരു ബോൾ പോലെ ചുരുട്ടിയെടുക്കുക. അതിനുശേഷം ഒരു ടിഷ്യൂ വെച്ചിട്ട്, ഒരു വൈറ്റ് ടിഷ്യൂ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തിട്ട് ഗ്ലൂ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അതായത് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഫേസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഗ്ലൂ വെച്ചിട്ട് നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം ഹെയർ ഓയിലിൻ്റെ ബോട്ടിൽ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. റെഡ് കളർ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തത് മാർക്കറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റോ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് മാർക്കർ ആയത് കാരണം ഞാൻ മാർക്കറാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വൈറ്റ് കളറുള്ള ഒരു ഹെയർ ഓയിൽ ബോട്ടിൽ എടുത്തത്. മാർക്കർ യൂസ് ചെയ്ത കാരണം ഞാൻ പിന്നെയും ടച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കളറ് ഫെയ്ഡ് ആവുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഹെയർ ഓയിലിൻ്റെ ടോന്ന് മാറ്റാം. ആ ഫേസ് അവിടെ നമുക്ക് അതുപോലെ ഒന്ന് ഫിക്സ് ചെയ്യണം. വേണമെങ്കിൽ നമുക്ക് അത് ജസ്റ്റ് അവിടെ താഴെയൊരു കഴുത്തിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒരു കുഴി പോലെ ആക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നന്നായി ഗ്ലൂ വെച്ചിട്ട് നമുക്കവിടെ സ്റ്റിക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു കുഴി പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഗ്ലൂ വെച്ചിട്ട് നമുക്കവിടെ ഫിക്സ് ചെയ്യാം. ഗൺ ഗ്ലൂ ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഫിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ക്യാപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു കലണ്ടറിൻ്റെ ഒരു എടുത്തിരിക്കുന്നത്. അതായത് അതിന് കുറച്ച് തിക്നെസ്സും ഉണ്ടാവും, പിന്നെ അതിൻ്റെ ബാക്ക് ഭാഗം വൈറ്റ് കളറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് പെട്ടെന്ന് മാർക്കർ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേപ്പർ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ വൈറ്റ് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതും മതിയാകും. ഇതൊരു കോൺ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ക്യാപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനത് മാർക്കർ വെച്ച് കളർ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഫുള്ളായി കവർ ചെയ്യാതെ താഴെ കുറച്ച് വൈറ്റ് ഭാഗം ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ കളർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു വൈറ്റ് കളർ മുത്ത് ആ ക്യാപ്പിൻ്റെ ഹെഡിലൊന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതും ഗൺ ഗ്ലൂ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്.
നെക്സ്റ്റ് നമുക്ക് അപ്പൂപ്പൻ്റെ താടി ഫിക്സ് ചെയ്യാം. അതിനുവേണ്ടി കോട്ടൺ ആണ് എടുത്തിരിക്കുന്നത്. കോട്ടൺ ജസ്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതും ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഫേസിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. കണ്ണ് വരച്ച് കൊടുക്കുകയാണ്. ഇനിയൊരു മുത്ത് വെച്ചിട്ട് മൂക്കിൻ്റെ ഭാഗം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കതിന് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പുരികം, അതുപോലെ മീശ, ആ ഭാഗങ്ങളൊക്കെ പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു അപ്പൂപ്പൻ്റെ ഫേസ് ആയി വന്നിട്ടുണ്ട്. ഇനിയൊരു ചെറിയൊരു പേപ്പറിൽ നമുക്ക് കൈയും അതുപോലെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് കൈയാണ് നമ്മൾ വെക്കാൻ വേണ്ടി. ഇത് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട്, അതുപോലെ റെഡ് കളറാണെങ്കിൽ നല്ലത്. ഞാൻ മാർക്കർ വെച്ച് റെഡ് കളറാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കൈ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കതൊന്ന് മാർക്കർ വെച്ചിട്ടൊന്ന് കളർ ചെയ്യണം. ഓക്കെ, നമുക്കതിന് ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്യാം. ഇതൊക്കെ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കൈ ഫിക്സ് ചെയ്യുക. കൈ നന്നായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. വിട്ടു പോകാൻ പാടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളർ പോയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഷൂ ഞാൻ കോട്ടൺ വെച്ച് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഗൺ ഗ്ലൂ വെച്ചിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ എങ്ങനെയുണ്ട്? സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. താങ്ക്